ഈവനിംഗ് ബ്രേക്കിംഗ്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രയിൽ ദുരിതത്തിലായി യാത്രക്കാർ. ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട A1 ട്രാവൽസ് കോട്ടയത്തെത്തിയത് 18 മണിക്കൂർ കഴിഞ്ഞാണ്. 12 മണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്രയാണ് ഇത്രയും വൈകിയത്. ബസിന്റെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും പ്രവർത്തിച്ചിരുന്നില്ല. കനത്ത മഴയിൽ ബസിന്റെ വൈപ്പർ പോലും പ്രവർത്തിച്ചിരുന്നില്ല. അവധിക്കാലമായതുകൊണ്ട് ഇരട്ടി നിരക്ക് കൊടുത്താണ് യാത്ര ചെയ്തത്. PY05B2849 A1 ട്രാവൽസ്. ചേട്ടാ അരമണിക്കൂറായി വണ്ടിയുടെ ബ്രേക്ക് ഡൗണാ. മണിവാല 7:15 വന്നു കഴിഞ്ഞാൽ 8 മണിക്ക് പോലും ഈ വണ്ടി വിട്ടില്ല. അത് കഴിഞ്ഞ് വണ്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് അതിന്റെ ഡ്രൈവും ലൈറ്റും എല്ലാം പോയി. ഞങ്ങളാണ് ഡബിൾ ചാർജ് കൊടുത്തത്. ഒത്തിരി ആൾക്കാർ ഒത്തിരി വിടുന്നതല്ലേ, ഒത്തിരി പെൺകുട്ടികളെല്ലാം ഈ വണ്ടിയിലുണ്ട്. അവസാനം ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഞങ്ങളെ കാട്ടിനകത്തായിരുന്നു. നൈറ്റിൽ മഴയത്തെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. വിത്തൗട്ട് വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലായിരുന്നു. ഒരു ആംബുലൻസും ഒരു ബൈക്കും ഞങ്ങൾക്ക് എസ്കോർട്ട് തന്നു ഫ്രണ്ടില്. അതുകൊണ്ട് 10-35 കിലോമീറ്റർ അങ്ങനെയാണ് ഓടിയത്. അതിനുശേഷം ഞങ്ങൾ ഇതിന്റെ അധികാരപ്പെട്ടവരെ വിളിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തവരുണ്ട്, പിന്നെ അബി ബസ്സിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള എല്ലാ ഈ കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നോ റെസ്പോൺസ്. അഞ്ജന അൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അഞ്ജന അൽകുമാർ. ഇത് ദുരിതയാത്ര അല്ലെങ്കിൽ മറ്റെന്താണ്? എന്താണ് ഇങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി ഈ ട്രാവൽസ് പെരുമാറിയത്? ഗുഡ് ഈവനിംഗ് സുജിയ പാർവതി. അവധിക്കാലമാണ്, അതുകൊണ്ട് തന്നെ യാത്രക്കാരും ഒരുപാടുണ്ട്. ഇന്നലെ ബംഗളൂരു മടിവാളയിൽ നിന്നും പുറപ്പെട്ട A1 ട്രാവൽസിലെ അവസ്ഥയാണ് യാത്രക്കാർ നമ്മളോട് പങ്കുവച്ചത്. സാധാരണഗതിയിൽ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടാൽ 12 മണിക്കൂറിൽ കോട്ടയത്ത് എത്തുന്നതാണ്. എന്നാൽ ഈ ദുരിതയാത്രയുടെ ഭാഗമായി 18 മണിക്കൂറിലധികം എടുത്തിട്ടാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് എത്തിയത്. അതും വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ വാഹനം ഓടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കനത്ത മഴയായിരുന്നു. ഈ മഴയുള്ള സമയത്തൊന്നും തന്നെ ഈ വണ്ടിയുടെ വൈപ്പർ പ്രവർത്തിച്ചിരുന്നില്ല. ഈ വണ്ടിയുടെ ഉള്ളിലും ചോർച്ചയുണ്ടായിരുന്നു എന്നും യാത്രക്കാർ പറയുന്നുണ്ട്. മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള ആപ്പുകൾ വഴി ഇരട്ടി നിരക്ക് കൊടുത്താണ് പലരും ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അവധിക്കാലമായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ കൊടുക്കുന്നതിലും കൂടുതൽ തുക കൊടുത്ത് ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര അനുഭവിക്കേണ്ടി വന്നത്. ഇൻഡിക്കേറ്ററോ ഹെഡ്ലൈറ്റോ ഒന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഈ ബസ് സാധാരണയായി ഓടാറില്ല, നിരത്തിൽ ഓടാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സീസൺ ആകുമ്പോൾ, അവധിക്കാലം ആകുമ്പോൾ, കൂടുതൽ സർവീസുകൾ ആവശ്യമാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബസ്സാണ് ഈ A1 ട്രാവൽസിന്റെ ഈ ബസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ ഈ യാത്രക്കാരെല്ലാം തന്നെ വളരെയധികം വലഞ്ഞിട്ടുമുണ്ടായിരുന്നു. 18 മണിക്കൂറിലധികം തന്നെ എടുത്താണ് കോട്ടയത്ത് എത്തിയത്. പലരും അത്യാവശ്യ കാര്യങ്ങൾക്കായാണ് ഇന്ന് എത്താൻ വേണ്ടി ഇരട്ടി നിരക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ എത്തിയത്. പക്ഷേ അവരുടെ എല്ലാം പ്ലാനുകളെല്ലാം തന്നെ തകരാറിലാകുന്ന രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇവർ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചപ്പോൾ പോലും ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല. കസ്റ്റമർ സർവീസിൽ വിളിച്ചപ്പോഴാണെങ്കിലും ഈ മേക്ക് മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഒന്നും തന്നെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ബാത്റൂം ഫെസിലിറ്റി ഒന്നും തന്നെ നൽകാൻ കാര്യങ്ങൾ ഒരു രീതിയിലും യാത്രക്കാർക്ക് ഒരു രീതിയിലുമുള്ള ഒരു മറുപടി കൊടുക്കാതെ അവരെ വലച്ചത്. ഈ ഹെഡ്ലൈറ്റും ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ശരിയല്ലാതെ ഇരിക്കുന്ന ഒരു വാഹനം എങ്ങനെയാണ് സർവീസ് നടത്തിയത് എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കുമെന്ന് കരുതുന്നു.